നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 100 വർഷമായിട്ട് സർബത്തിന്റെ വെറൈറ്റികൾ വിൽക്കുന്ന കൊച്ചിയിലെ ഒരു ഫേമസ് ഷോപ്പിലാണ്. നമ്മുടെ പച്ചാളത്തുള്ള KKV കൂൾ ബാർ. 1926 തുടങ്ങിയ ഷോപ്പാണ്. ഇവിടുത്തെ അപ്പാപ്പന്മാരായിട്ട് തുടങ്ങിയത്, പുള്ളിയുടെ അച്ഛനായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ അന്നോട്ട് തന്നെ നറുനേണ്ടി സർവത്ത്, നന്നാരി സർവത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, സോഡ ഒഴിച്ച് സർവത്ത് കൊടുക്കും, പിന്നെ പാൽ സർവത്തുണ്ട്. അല്ലാതെ നമുക്ക് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്, ഗ്രേപ്പ്, ഗോലി സോഡ. സോഡയെല്ലാം പ്രൊഡക്ഷൻ നമ്മൾ തന്നെയാണ്, പുറമേ നിന്നൊന്നും എടുക്കുന്നില്ല. നമ്മൾ എല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് കുറച്ച് പ്രൊഡക്റ്റൊക്കെ റീസെൻ്റ്ലി ആഡ് ആയതാണ്. മിൽക്ക് സർബത്ത്, ബാക്കിയുള്ളതെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ്. ജിഞ്ചർ സോഡ സർബത്ത് വർഷങ്ങളായിട്ടുള്ളതാണ്. അത് കുടിക്കാനാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. പിന്നെ എല്ലാം ഗോലി സോഡയിലാണ് ചെയ്യുന്നത്. ഈ കാണുന്നതെല്ലാം പുതിയതായിട്ട് വന്നതാണ്. മിൽക്ക് സർബത്ത്, ബൂസ്റ്റ് മിൽക്ക് സർബത്ത്, മുന്തിരി ഗോലി സോഡ, മാംഗോ ഗോലി സോഡ, പിന്നെ കോളയുണ്ട്, നമ്മളുടെ KKVയുടെ കോള. അതെല്ലാം നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തതാണ്. പിന്നെ നമുക്ക് സ്ക്വാഷിൻ്റെ സിറപ്പുണ്ട്. ഈ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ പോയി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബോട്ടിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സോഡയിൽ മിക്സ് ചെയ്തെടുക്കാതെ. ഇതാണ് നമ്മൾ നന്നാരി സർബത്ത് പ്രിപ്പയർ ചെയ്യുന്ന മേക്കിംഗ് യൂണിറ്റ് ആണ്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 ലിറ്റർ വരെ ഒരു 2 മണിക്കൂറിൽ പ്രൊഡക്ഷൻ എടുക്കാം. മുന്നേ നമ്മൾ മാനുവലി ചെയ്തിരുന്നതാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഇൻക്രീസ് ആയപ്പോൾ ഇതിലേക്ക് മാറിയതാണ് റീസെൻ്റ്ലി. ഇതാകുമ്പോൾ തന്നെ ഫിൽറ്റർ വന്നിട്ട് ഈ സാധനം ഈ ടാങ്കിലേക്ക് വരും, ഫിൽറ്റർ ചെയ്തിട്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്കിതിനെ തണുപ്പിച്ച് ഒരു 3 മണിക്കൂറിൽ മൊത്തം പ്രൊഡക്ഷൻ കഴിയും. ഒരു ബോട്ടിൽ നമ്മൾ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. കുറേ ഷോപ്പുകളിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് എസെൻസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നന്നാരി നമ്മൾ കാച്ചിയെടുക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. പുറമേ സർവത്തെല്ലാം ഒരുപാട് ഡാർക്ക് കളറിലൊക്കെയാണ് വരുന്നത്. അത് എസെൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ എസെൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇതുവരെ തൊട്ടിട്ടില്ല എസെൻസ്. ഇതിൽ ഫുള്ള് നമ്മൾ നന്നാരി കാച്ചിയെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 300 ബോട്ടിൽസൊക്കെ എപ്പോഴും റെഡി ആയിട്ടുണ്ടാവും ഇവിടെ. ചിലവർ ബൾക്കായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. എന്നുവെച്ചാൽ ബാംഗ്ലൂരേക്ക്, അങ്ങനെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലേക്കൊക്കെ ആളുകൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് പോകും. അപ്പോൾ അവർ ഒരു ദിവസം മുന്നേ വിളിച്ചു പറയും, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂട്ടിയിട്ട് അതിനനുസരിച്ച് കൊടുക്കും. സർബത്ത് ബോട്ടിൽ പോകുന്നുണ്ട്. ബോട്ടിൽ ഒരു 10-200 ലിറ്റർ പോകുമായിരിക്കും പെർ ഡേ. അല്ലാതെ നമുക്കിവിടെ നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെല്ലാത്തിനും കൂടിയിട്ടൊരു 300 ലിറ്റർ മൊത്തത്തിൽ പോകുമായിരിക്കും. അപ്പൊ 300 ലിറ്ററോളം ഒരു പെർ ഡേ ഒരു സെയിൽ 300 ഞാനൊരു ഇതായിട്ട് പറഞ്ഞാണ്, ചിലപ്പോൾ അതിന് മുകളിൽ വരും. അപ്പോൾ പെർ ഡേ ഒരു 300 to 400 ആ ഒരു റേഞ്ചിൽ ലിറ്റർ ആണ് വരുന്നത്. ഇത് പ്രൊഡക്ഷൻ ഒരു ദിവസം എത്രത്തോളം? ഇത്ര തന്നെ 400 ലിറ്ററോളം ഇല്ല, നമ്മളിപ്പോൾ ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസം നമുക്ക് ഇൻവെന്ററി ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിരാടോ ചെയ്യുള്ളൂ. നേരത്തെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3 വലിയ അടപ്പെല്ലാം വെച്ചിട്ട്, അത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. കാര്യം ചാക്ക് പഞ്ചസാര അങ്ങനെ തന്നെ കൊട്ടിയിട്ട് അത് അരിക്കുന്നതാണ് വലിയൊരു പ്രോസസ്സ്. എന്ന് വെച്ചാൽ ഈ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ടെക്സ്ചർ വെള്ളത്തിൻ്റെ ടെക്സ്ചർ ആയിട്ടല്ലാത്തത് കൊണ്ട്, വ്യത്യാസം ഉള്ളതുകൊണ്ടിട്ട് ഇത് ചൂടോടുകൂടി തന്നെ അരിക്കണം. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മാറിയത്. ഇത് നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് പറഞ്ഞ് ചെയ്യിച്ചതാണിത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിൽ പരിപാടി കഴിയും. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 8:30 ഇവർ സ്റ്റാർട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് 6 o'clock ആവും. അത്ര സമയം എടുക്കും പ്രൊഡക്ഷൻ കഴിയുമ്പോൾ. ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും ശരി, സർബത്ത് വിൽക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അതെ, വൃത്തി നമ്മൾ എന്ത് കൊടുത്തിട്ടും ടേസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. വൃത്തി ഇല്ലെങ്കിൽ പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം, വൃത്തി ഇല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വൃത്തിയാണ് നമ്മുടെ മോട്ടോ, അത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട് നേരത്തെ തൊട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത്, വൃത്തി ക്ലീനിനെസ് ഇല്ലെങ്കിൽ കാര്യമില്ല. ഇത്രയും തിരക്കൊക്കെ വരുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, പുറത്തുമൊക്കെ നിറയെ തിരക്കാണ്. ഇപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങൾ വന്നത്, പക്ഷെ ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ടൈം കൂടുന്നതിനനുസരിച്ച് തിരക്ക് കൂടി വരിക. എന്ന് വെച്ചാൽ നോർമൽ ഒരു സർബത്ത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നിവൃത്തിയേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുടിക്കേണ്ടി വരും. അവിടുത്തെ വെള്ളം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, ഐസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ നമ്മളെല്ലാം ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഐസ് ക്യൂബ്സ് ആണെങ്കിലും നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ നമ്മളുടെ ഐസ് മെഷീൻ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. സോഡ ആണെങ്കിലും നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഗ്ലാസ് വാഷ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ മെഷീനിലാണ് ഗ്ലാസ് വാഷ് ചെയ്യുന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നമ്മൾ അതിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. കാര്യം വെറുതെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കഴുകി കൊടുത്തിട്ട് ഒരു സുഖം തോന്നില്ല നമുക്ക്. ഇതാകുമ്പോൾ സോപ്പ് ഓയിലൊക്കെ വാഷ് ചെയ്ത് ചൂടായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സുകൾ. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി, ഇപ്പോൾ എനിക്ക് പുറത്തു പോയാൽ എന്താണോ തോന്നാത്തത് അത് ഇവിടെ കിട്ടണം.
എന്നുള്ളൊരു മൈൻഡിലാണ് ചെയ്തത്. എൻ്റെ കൊച്ചിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. നമുക്കൊരു 100 സോഡയൊക്കെ ഒരു 30 മിനിറ്റ്സ് 20 മിനിറ്റ്സിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡേ എത്ര സോഡ പ്രിപ്പയർ ചെയ്യേണ്ടി വരാറുണ്ട്? 1000 to 1500 ഇപ്പോൾ പീക്ക് ടൈമിൽ 1500, ചിലപ്പോൾ 2000 ആവും അത് ചില സമയത്ത്. ചുരുക്കം പറഞ്ഞ എന്തായാലും ഒരു ദിവസം 1000-ന് മേലെ സോഡ പ്രിപ്പയർ മേളിൽ പോകും എന്ന് വെച്ചാൽ പീക്ക് ടൈം. എനിക്ക് 2-3 ഔട്ട്ലെറ്റ്സും കൂടി പ്ലാൻ ചെയ്യണം എന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേറെ സ്ഥലത്ത് കൂടി കൊടുക്കണം എന്നുണ്ട്. നമ്മൾ നന്നാരി സർബത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നന്നാരി ഉപയോഗിച്ചിട്ടുള്ള സർബത്താണ് നമുക്കിവിടെ എല്ലാം ഉള്ളത്. പിന്നെ ഗോലി സോഡ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ സെയിൽ ചെയ്യുള്ളൂ. ഈ KKV കൂൾ ബാർ ഏറ്റെടുത്തിട്ട് ഇപ്പം എത്ര ഇയേഴ്സ് ആയി കാണും? ഞാൻ ഓൾമോസ്റ്റ് 10 years ആയി ഇപ്പോൾ 10 വർഷമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട്. റീസെൻ്റ്ലി ഒരു 1 year ആയിട്ടുള്ളൂ നമ്മൾ മിൽക്ക് സർബത്ത് നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 വർഷമായിട്ടുണ്ട്. ഈ 10 ഇയേഴ്സിന് മുമ്പ് പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. ഓൾമോസ്റ്റ് 12 years ഉണ്ടായിരുന്നു. ഞാൻ പിസ്സ ഫാമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു 5-8 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി കൺട്രോളറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഇവിടെ വർഷങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു 35-40 years ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു. പുള്ളി കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഒരു 20 yearsന് മുകളിലായിട്ടുണ്ട്. 25 years ഒക്കെ ആയിട്ടുണ്ടാവും. പ്രശാന്ത് ഏട്ടനുണ്ട്, പുള്ളിയാണ് ഇവിടുത്തെ സീനിയർ. ഞാനിവിടെ ചെറുപ്പം, അതായത് 25 അല്ല 30 ഒരു വർഷത്തോളം ചെറുപ്പം തൊട്ട് ഞാൻ ഇവിടെ നിന്ന് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കൂടുതലും എനിക്ക് താല്പര്യം. ഇവിടുത്തെ റെസിപ്പീസ് തന്നെയാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സർബത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ ജിഞ്ചർ സോഡ, ഉപ്പ് നാരങ്ങയൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ ജിഞ്ചർ സോഡയാണ്. അതെ, ജിഞ്ചർ സർബത്ത് എന്ന് പറഞ്ഞാൽ ജിഞ്ചറിൽ ഇഞ്ചിയുണ്ട്, കുരുമുളക്, ജീരകം, ഗ്രാമ്പു, ജാതിക്ക, പാൽക്കായം ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ജിഞ്ചർ സോഡ എന്ന് പറയുന്നത്. അപ്പം അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹെൽത്തി ആയിട്ടും പിന്നെ ഓരോ ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാർ അവർ പറഞ്ഞു വിടും. അവർ വയറിനെന്തെങ്കിലും അസുഖമായിട്ട് എല്ലാം നേരത്തൊക്കെ ഇവിടെ വന്ന് ഒരു ജിഞ്ചർ പിടിച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് പോകാറുണ്ട്. ദൂരത്തുനിന്നുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അതെ, ഇങ്ങനെ എറണാകുളത്ത് പോണ ആൾക്കാർ മുഴുവൻ എറണാകുളത്ത് നിന്ന് കഴിക്കാണ്ട് ഇവിടെ വന്നിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ടാണ് വന്ന് പിടിക്കാറുള്ളത്. ചേട്ടൻ വന്നതിന് ശേഷമാണ് ഈ മറ്റ് പുതിയ പുതിയ ജിഞ്ചർ സോഡയ്ക്ക് അപ്പുറത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് മെഷീൻസിലേക്കൊക്കെ മാറി മാൻ പവറിന് കുറച്ചും കൂടി ഈസി ആവുന്ന രീതിയിലുള്ള പരിപാടികളും പിന്നെ വൃത്തിയിൽ ഹൈജീനിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മെഷീൻസിലേക്ക് കൂടുതലായിട്ട് മാറിയത്. അപ്പോൾ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ നമ്മൾ പുറമേ എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത ഐസ് ക്യൂബ്സ് ആണ്. നമ്മൾ നേരത്തെ പുറമേ നിന്ന് മേടിച്ചിരുന്നതാണ്. അത് എക്സ്പെൻസീവുമാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അത് ആളുകൾക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഐസ് മെഷീൻസും എല്ലാം ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫേമിലെല്ലാം അവർ ഐസ് മെഷീൻസ് ഒക്കെ ഉള്ളതാണ്, അവർ അവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എനിക്കുണ്ട് നേരത്തെ തന്നെ. അത് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നുള്ളൂ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.